സീനിയർ മാഡം ഇവിടെ തീർച്ചയായും നമ്മുടെ ഓഫീസിൽ വന്നിരുന്നു. ആകാശവാണിയിൽ ഒരു ഫംഗ്ഷൻ പങ്കെടുക്കാൻ പ്രകാശ് സാറുണ്ട്. റെയിൽവേയിലെ വലിയൊരു ഉദ്യോഗം രാജിവെച്ച് കേരളം മുഴുവൻ സൈക്കിൾ പഠിപ്പിക്കാൻ നടക്കുന്നതാണ് ഒരു വ്യക്തി. അദ്ദേഹമാണ് പ്രകാശ് എന്ന് പറയുന്നത്. അദ്ദേഹം സൈക്കിൾ പഠിപ്പിച്ച ഒരു സീനിയർ ഫോട്ടോ വെച്ച് ചോദിച്ചത്. അങ്ങനെയാണ് കൊച്ചി ആകാശവാണിയിൽ ഒരു അഭിമുഖം സൈക്കിൾ പഠിച്ചു അദ്ദേഹത്തിന് ശിക്ഷയാണ് എന്നുള്ളൊരു പേര് കൊടുക്കുന്നത്. പക്ഷെ അതിനുശേഷം എന്തുണ്ടായി എന്നുള്ളത് അതിനുശേഷം റേഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ആകാശവാണിയുമായി ബന്ധപ്പെട്ടതിന് ശേഷം എന്തൊക്കെ പരിവർത്തനങ്ങളാണ് ജീവിതത്തിൽ നടന്നത് എന്ന് പറയും. നമസ്കാരം. കൊച്ചി അഭിമുഖത്തിലെ പ്രവർത്തകർക്കും പിന്നെ ശ്രോതാക്കൾക്കും എല്ലാവർക്കും വിളിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നമസ്കാരം. അങ്ങനെയല്ല, ഞാൻ സീനത്ത്, എൻ്റെ വീട് ഫോർട്ട് കൊച്ചിയിലാണ്. ശരിക്കും ഞാനും ഒരു സാധാരണ സ്ത്രീയാണ്. വീട്ടിലൊരു ഞാനൊരു പൊതുസ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ മാനസിക പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ ഞാൻ കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടി അതിൻ്റെ സമയത്താണ് എൻ്റെ സൈക്കിൾ പഠനം. ഒരു 2 വർഷം മുമ്പാണ്. ഇപ്പം എനിക്ക് 46 വയസ്സായി. 2 വർഷം മുമ്പാണ് സൈക്കിൾ ഓടിക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. നിങ്ങളെ പോലെ തന്നെ എല്ലാവരെയും പോലെ തന്നെ ടൂ വീലർ പഠിക്കാന്നുള്ള രീതിക്കാണ് ഞാൻ സൈക്കിൾ പഠിച്ചത്. പക്ഷേ ആ സൈക്കിൾ പഠനം എന്നെ വളരെയധികം വ്യത്യസ്ത ഒരു മേഖലയിലേക്കാണ് കൊണ്ടുപോയത്. തീർച്ചയായിട്ടും ഞാനെല്ലോ ഓർത്തിട്ട് പോലുമില്ല ഞാൻ ഇങ്ങനെ ആവുമെന്നോ ഒന്നും. ഒരു സാമൂഹിക പ്രവർത്തകയൊന്നുമല്ല, സാധാരണ ഒരു സ്ത്രീ തന്നെയാണ്. എൻ്റെ ഗുരു എന്ന് പറയുന്നത് പ്രകാശ് സാറാണ്. പ്രകാശ് സാർ തിരുവനന്തപുരം ബൈസൈക്കിൾമാനാണ്. കൊച്ചിൻ കോർപ്പറേഷൻ്റെ വഴിയായിട്ട് സൈക്കിൾ പഠിപ്പിക്കാൻ സ്ത്രീകളെ സൈക്കിളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പരിപാടിയിലാണ് വന്നത്. അതിലൂടെയാണ് ഞാൻ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചത്. അപ്പൊ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും സൈക്കിൾ ചവിട്ടി പഠിക്കുന്നതുകൊണ്ട് എന്താണ് ഇത്ര വലിയ പ്രത്യേകത, ചെറുപ്പത്തിൽ എല്ലാവരും പഠിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. പണ്ടൊക്കെ പുരുഷന്മാരാണ് സൈക്കിൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. സ്ത്രീകളെ സൈക്കിൾ ചവിട്ടാൻ വീട്ടിൽ അമ്മമാരൊന്നും സമ്മതിക്കാറില്ല. കാരണം അടക്കവും ഒതുക്കവും വേണ്ടവരാണ് സ്ത്രീകൾ. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേര് സൈക്കിൾ ചവിട്ടിയിട്ടില്ല. കുറച്ചുകൂടി മുകളിലേക്കുള്ളവരാണ് സൈക്കിൾ ചവിട്ടിയിട്ടുള്ളവർ. എനിക്കിപ്പോൾ 46 വയസ്സായി. ഞാൻ ആ സ്റ്റേജിലുള്ളവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഇപ്പോൾ ഉള്ള കുട്ടികളെ കുറിച്ചല്ല. അപ്പൊ എന്ത് തന്നെയാലും ഈ 2 ഈ സൈക്കിൾ പഠിച്ചത് ഞാൻ ഒരാഴ്ചയോടെടുത്ത്, കാരണം ഞാനൊരു ആർത്രൈറ്റിസ് പേഷ്യൻ്റാണ്. അതുകൊണ്ട് ഒരാഴ്ചയോടെടുത്ത് സൈക്കിൾ പഠിക്കാൻ എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊരു സപ്പോർട്ടിങ് അല്ല, പിടിച്ചു തരുന്നില്ല. ചെറുതിനെ നമ്മുടെ സൈക്കിൾ പിടിച്ചതാണ് പഠിപ്പിക്കുന്നതല്ലേ. പക്ഷെ ഇതല്ല, ഇതൊരു കോൺഫിഡൻസോടുകൂടി തനിയെ തന്നെ പഠിച്ചതല്ലേ. സാറിന്റെ ഒരു മെന്റൽ സപ്പോർട്ടിങ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരാഴ്ച കൊണ്ട് ഞാൻ സൈക്കിൾ ചവിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത്, ഞാൻ വീട്ടിൽ എല്ലാവരെയും നോക്കുന്നവരാണ്. മക്കളെ നോക്കി വളർത്തുന്നു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഒരു ജോലി ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് ഒരു കുറവുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകളിലും അത് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തെല്ലാം ചെയ്താലും എവിടെയോ ഒരു കുറവ്, അത് അവരുടെ ഒരു സപ്പോർട്ടിങ് ആണ്, മെന്റലി സപ്പോർട്ടിങ്. അത് തീർച്ചയായിട്ടും അവിടെ വരുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത്. ഞാൻ തനിയെ ചെയ്തു എന്നൊരു തോന്നലാണ് ആ സൈക്കിൾ ഓടിയപ്പോൾ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സൈക്കിൾ ഫീൽഡിലേക്ക് വന്നത്. സ്ത്രീകളെ സൈക്കിളിലേക്ക് കൊണ്ടുവരിക, സൈക്കിൾ ചവിട്ടാൻ അറിയാൻ പാടാത്ത സ്ത്രീകളെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചു കൊടുക്കുക, അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുക, ഞാൻ തനിയാണ് ചെയ്തതെന്ന് തോന്നൽ വർദ്ധിപ്പിക്കുക. ഇതാണ് എനിക്കുണ്ടായിരുന്ന ഒരു മാറ്റം. അതാണ് ഞാൻ മറ്റുള്ളവരിലേക്കും പകരാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രകാശ് സാറിന്റെയും ഷീ സൈക്ലിംഗ് എന്ന പദ്ധതി 2022 ഒക്ടോബറിൽ തുടങ്ങുന്നത്. പക്ഷെ വളരെയധികം മാറ്റമാണ് അതുണ്ടായത്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കൊച്ചിൻ FM തന്നെയാണ്. ഞങ്ങൾ ഈ സൈക്ലിംഗ് പ്രോഗ്രാം തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചിൻ FM ബാലൻ സാർ എടുക്കുകയും എൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കുകയും ചെയ്തു. പക്ഷെ വളരെയധികം ഏതെല്ലാം സ്ഥലത്താണ് വെച്ചിരുന്നത് എനിക്കെനിക്ക് ഓർമ്മയില്ല. വളരെയധികം പ്രതികരണമാണ് അതിനുണ്ടായിരുന്നത്. കാരണം സൈക്കിൾ ചവിട്ടാൻ ഇത്രയധികം ആഗ്രഹമുള്ളവരുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിയില്ല. കാരണം പ്രായം ഒരു പ്രശ്നമേ അല്ല. 70-75 വയസ്സുള്ള അമ്മമാർ വരെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ സ്റ്റുഡൻറ്റുമാണ്. ഇന്നിപ്പോ കേരളത്തിൽ തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ ഞാൻ യാത്ര ചെയ്തു. 5ഓളം പല നഗരങ്ങളിലും പോയി പഠിപ്പിച്ചിട്ടുണ്ട്. 200ഓളം സ്ത്രീകൾ എൻ്റെ ശിഷ്യരാണ്. ഇപ്പോഴും ഞങ്ങൾ ഇത് ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത്രയും സ്ത്രീകളിലേക്ക് എത്തുവാനും അവരെ ഇതിലേക്ക് സാധ്യമാക്കി കൊടുക്കുവാനും സാധിച്ചത് ഈ കൊച്ചിൻ FMന്റെ ഈ ഒരു റേഡിയോ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ
ദൃശ്യമാധ്യമം കൂടുതൽ കാണുന്നവരാണ്, പക്ഷേ റേഡിയോ ശ്രോതാവ്, കാരണം നമ്മൾ കേൾക്കുന്നത് അത് നമ്മുടെ മനസ്സിൽ വളരെയധികം പതിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രതികരിക്കുന്നത്. കാരണം റേഡിയോക്ക് എത്രയോ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പല പല പരിപാടികളും നമ്മൾ റേഡിയോയിലൂടെ കേൾക്കുന്നത്, പക്ഷെ കേൾക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, കൂടെ നമ്മുടെ മനസ്സിലേക്ക് ആഴി നൽകുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഷീ സൈക്ലിംഗ് എന്ന പദ്ധതി ഇത്രയേറെ വളരെയധികം ജനപ്രീതി നേടിയതും അതുകൊണ്ടാണ്. കൂടുതൽ സ്ത്രീകളാണ്. അപ്പൊ പിന്നെ എനിക്ക് ഇതിനോടുകൂടി സ്ത്രീകളോട് ഒരു കാര്യം കൂടി ഇതോടുകൂടി പറയാനുണ്ട്. സൈക്കിൾ അറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ വിളിക്കുക, എവിടെയാണെങ്കിലും ശരി, ഞങ്ങൾ വന്ന് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ ആഗ്രഹം വളരെയധികം ഉണ്ടെന്ന് അറിയാം സ്ത്രീകൾക്ക്. ശരിക്കും പറഞ്ഞാൽ തനിയുള്ള സ്വതന്ത്രമായുള്ള സഞ്ചാരം, മറ്റുള്ളവരെ ഭർത്താവിന്റെ കൂടെയോ സഹോദരന്റെ കൂടെയോ ഇല്ലാതെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കുക എന്നുള്ളത് സ്ത്രീയുടെ വളരെ മനോഹരമായ ഒരു ആഗ്രഹം കൂടിയാണത്. അപ്പൊ അത് സാധിച്ചു തരുവാൻ വേണ്ടി ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. എന്റെ കൂടെ കൊച്ചിനൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടുകൂടി തന്നെ ഇതിനോട് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീമതി സീന. എന്റെ ഒരു സ്റ്റുഡന്റ് കൂടെ ഇരിപ്പുണ്ട്, സുമംഗല. അവര് വളരെയധികം ദൂരത്തിലും ഞാൻ പോയി പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവര് കുറച്ചുപേര് ഞാൻ പോയി പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവൻ റേഡിയോ വഴി കേട്ടിട്ടാണ് വിളിച്ചത്. അപ്പൊ അതുകൊണ്ട് 2 വാക്ക് പറയാൻ സുമംഗല ഒന്നുകൂടെ വിളിക്കുന്നു. MA ഫോൺ നമ്പർ 9961301954 61301954. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ കൊച്ചി എഫ്എമ്മിനും സാറിനും എൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. കാരണം കൊച്ചി എഫ്എം ആണ് എൻ്റെ എക്കാലത്തെയും ഒരു ആഗ്രഹമായിരുന്നു. മാഡം പറഞ്ഞ പോലെ പുരുഷന്മാരാണ് സൈക്ലിംഗ് ഓടിക്കൊണ്ടിരുന്നത്. എനിക്കിപ്പോൾ 50 വയസ്സായി. ഞാൻ 49 വയസ്സിലാണ് സൈക്ലിംഗ് പഠിച്ചത്. അപ്പൊ എല്ലാവരും സൈക്ലിംഗ് പഠിച്ചപ്പോൾ എത്ര വലിയ കാര്യമെന്ന് വിചാരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പൊ കൊച്ചി എഫ്എമ്മിന്റെ മാഡത്തിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നാരായണ സാറുമായിട്ടുള്ള ഇന്റർവ്യൂവില് കേട്ടു. നമ്പർ വാങ്ങി ഞാൻ വിളിച്ചപ്പോഴത്തേക്കും മാഡവും സാറുമായിട്ട് സംസാരിച്ചു. സാർ ഒരു കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്ക് നന്നായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഭാഗത്തിലെ സമിതിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ഇട്ടു. അപ്പൊ അവർ കുറച്ച് പേര് റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ സാറിനോട് ഡേറ്റ് വന്നു. സാറും മാഡവും ജീപ്പില് വന്നു. 2 സൈക്കിളുമായിട്ട് വന്നു. ഞങ്ങൾ എല്ലാവരെയും സൈക്കിൾ പഠിപ്പിച്ചു. ഞങ്ങൾ 2 ആഴ്ച എടുത്തു. കഠിനമായിട്ടൊരു ശ്രമമായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനോർത്ത് സാറിനെ പിടിച്ച് ചവിട്ടാനൊക്കെ തലയൊക്കെ സഹായിക്കുമായിരിക്കുമെന്ന്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഓരോ 2-3 സിംഗിൾ സ്റ്റെപ്പിലൂടെ ഞങ്ങൾ എല്ലാവരെയും സൈക്കിൾ പഠിപ്പിച്ചു. ഇത് ഞാൻ അംഗനവാടി ടീച്ചറാണ്. അംഗനവാടി പോകുന്ന സൈക്കിളിലാണ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ നന്ദി കടപ്പാട് ഞാൻ പ്രകാശ് സാറ്, സീനത്ത് മാഡം, അതേപോലെ റേഡിയോ എഫ്എമ്മിലെ എല്ലാവർക്കും അറിയിക്കുന്നു. അതോടൊപ്പം ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. പണ്ട് ഞങ്ങൾ ചെറുതിൽ നിന്ന് റേഡിയോ കേട്ട് തന്നെ വളർന്നത്. എന്താ വെച്ചാൽ റേഡിയോ രാവിലെ തന്നെ എഫ്എം തുറക്കുന്നതിന് മുന്നേ തന്നെ ഒരു സൗണ്ട് ഉണ്ടാകുന്നത് കേട്ടാണ് ഞങ്ങൾ എണീക്കാറുള്ളത്. പക്ഷെ കടയായിരുന്നു, ചായക്കടയായിരുന്നു. എല്ലാവരും റേഡിയോ കേൾക്കാൻ വേണ്ടി രാവിലെ തന്നെ വരുമായിരുന്നു. അപ്പൊ അച്ഛൻ പണ്ട് റേഡിയോയ്ക്ക് ഒരു ടാക്സ് അടയ്ക്കണമായിരുന്നു. ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ ആയിരുന്നു. ആ ടാക്സ് അടച്ച് പോസ്റ്റ് ഓഫീസിൽ അടച്ചതിന്റെ ഒരു പാസ്ബുക്ക് ആണത്. വർഷങ്ങളായിട്ട് ഞാനത് സൂക്ഷിക്കുകയാണ്. എന്റെ അച്ഛൻ മരിച്ചുപോയി. പക്ഷെ അച്ഛൻ എനിക്ക് തന്ന റേഡിയോ അത് കേടുവന്നു. പിന്നെ ഞാൻ റേഡിയോ പുതിയത്, അതിന് മുമ്പ് ഞാൻ ഫോണിൽ കേൾക്കായിരുന്നു. റേഡിയോ വാങ്ങിയിട്ട് അതും പോയി. പിന്നെ ഫോണിൽ കേൾക്കുമായിരുന്നു. പിന്നെ പുതിയ റേഡിയോ, പഴയ ഫിലിപ്സിന്റെ റേഡിയോ വാങ്ങി. പിന്നെ എന്റെ അമ്മയ്ക്ക് റേഡിയോ ഒരെണ്ണം വാങ്ങി കൊടുത്തു. അങ്ങനെ എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ കൊച്ചി എഫ്എമ്മിനും ബാലനാരായണ സാറിനും എല്ലാവർക്കും, എന്റെ പ്രകാശ് സാർ, എന്റെ സീനത്ത് മാഡം, എല്ലാവർക്കും എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.